ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് കടക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇവിടെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ മേജർ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. ഒന്ന്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്താണ്? നമ്മൾ ഒരു 10-20 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. സോ കുറച്ച് നാൾ മുൻപ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനിൽ. ഓക്കെ, സോ അതൊന്ന് പറഞ്ഞു പോകണം. ദെൻ വാട്ട് ഈസ് ദിസ് ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്താണ് എന്ന് കൂടിയിട്ട് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണം. ഓക്കെ, സോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എൻവിറോൺമെന്റൽ ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോടതികളിലേക്ക് പോകും. അത് കോടതി വ്യവഹാരത്തിനനുസൃതമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഡിലേസ് എല്ലാം വന്നുകൊണ്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. എന്നാൽ 2010 ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ട്രിബ്യൂണലിനെ, പ്രത്യേകമായിട്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ടിന്റെ അണ്ടറിൽ, 2010 ആക്ടിന്റെ അണ്ടറിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ഗ്രീൻ ട്രിബ്യൂണലിനെ പോസ്റ്റ് ചെയ്തു. സോ അതുവഴി നമ്മൾ എൻവിറോൺമെന്റൽ ലിറ്റിഗേഷനുകൾ കുറച്ചും കൂടി എളുപ്പത്തിലും കുറച്ചും കൂടി ഈസി ആയിട്ടും നടത്താനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് ഫോം ചെയ്തത് 2010 2012 കൂടിയിട്ട് പ്രവർത്തനമാകുന്ന രീതിയിലേക്ക് അത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രോബ്ലം? സോ ഡിഫറെന്റ് ആക്ടുകൾ ഉണ്ട്, എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആക്ടുകൾ വന്നിട്ടുണ്ട്. എന്താണ്, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഉണ്ട്, വാട്ടർ ആക്ട് ഉണ്ട്, എയർ ആക്ട് ഉണ്ട്. ദെൻ എന്താണ്, പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ആക്ട്സ് ഉണ്ട്, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആക്ടുകൾ ഉണ്ട്. പക്ഷേ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത്, ഒരു ആക്ട്, പർട്ടിക്കുലർലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് നമ്മൾ അതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല. ഇറ്റ് ഈസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. നാഷണൽ പാർക്കുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ടൈഗർ റിസർവുകൾ എത്രണ്ണം വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് ആക്ടിലാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അണ്ടറിലാണ്. ദെൻ കഴിഞ്ഞ ഈയിടയ്ക്ക് മരിച്ചിട്ടുണ്ടായിരുന്ന മാധവ് ഗഡ്ഗിലുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ, അതായത് ഒരു നാഷണൽ പാർക്കിന് ചുറ്റും ഒരു എന്താണ് സംരക്ഷിത വനമേഖല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലത്തെ എന്തായിട്ട് ചിത്രീകരിക്കണം? എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ. സോ ഇതെല്ലാം പ്രതിപാദിക്കുന്നത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? പർട്ടിക്കുലർലി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലാണ്. ഡിഫറെന്റ് ആക്ടുകൾ വേറെ വരും, അല്ലെങ്കിൽ സബ് റൂൾസുകളൊക്കെ വരും, വേറെ ആക്ടുകളുമായിട്ട് പ്രതിപാദനം ഉണ്ടെങ്കിലും ബേസിക് ആയിട്ട് അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സ്കെൽട്ടൺ എന്ന് പറയുന്നത് നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലാണ്. സോ ആ ആക്ടിനെ നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടില്ല. സോ അതാണ് മേജർലി ഉള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ ആ ഒരു ചോദ്യം പ്രിലിംസിൽ ചോദ്യമാകാനായിട്ട് സാധ്യതയില്ലേ? ഉണ്ട്. മെയിൻസിന് ഒരു പേഴ്സ്പെക്റ്റീവായിട്ട് നമുക്ക് എഴുതിക്കൂടെ? എഴുതാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ദെൻ കമ്മിങ് ടു ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. എന്താണ് ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്? നമ്മളുടെ കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് ഓപ്പൺ എഡിറ്റോറിയലുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി നമ്മളുടെ വനം വകുപ്പ് മന്ത്രി, കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുടെ ആർട്ടിക്കിൾ ഓപ്പൺ എഡിറ്റോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കുറച്ചധികം നാളുകൾക്ക് ശേഷം നമ്മളുടെ സോണിയാഗാന്ധി, കോൺഗ്രസിന്റെ സോണിയാഗാന്ധി ഹിന്ദു ദിനപത്രത്തിലൂടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? വനം, ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്ത് ചെയ്തത്? ഹിന്ദുവിന് മറ്റൊരു ആർട്ടിക്കിൾ, ഒരു ഓപ്പൺ എഡിറ്റോറിയൽ കൊടുക്കുന്നു. സോ ആ സമയത്ത് ഒരു ഹ്യൂജ് ഡിസ്കഷൻ നമ്മൾ ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റിൽ എന്താണ്, ഒരു 92,000 കോടിയുടെ എന്താണ് ഒരു ഹ്യൂജ് പ്രൊജക്റ്റ് ആണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്താണ്, എയർപോർട്ടുകളുണ്ട്, ദെൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കണക്ട് ചെയ്ത ഒരു ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചറൽ പോർട്ട് ഫെസിലിറ്റി എല്ലാം അടങ്ങുന്ന ഒരു പ്രൊജക്റ്റ് ആണ് നമ്മളുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോ അവർ പറഞ്ഞു എന്താണ്, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന് തത്തുല്യമായിട്ടുള്ള കോമ്പൻസേഷൻ
കോമ്പൻസേറ്ററി ആയിട്ടുള്ള അഫോറസ്റ്റേഷൻ കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. സോ സോണിയാഗാന്ധിയുടെ ഒരു ആർഗ്യുമെന്റ് എന്തായിരുന്നു? എന്താണ് നമ്മളുടെ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സോണിയാഗാന്ധിയുടെ ആർഗ്യുമെന്റ് ആയിട്ടുണ്ടായത്. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, സോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആൻഡ് ദി ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്താണെന്നുള്ളത് കൂടിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നിക്കോബാറിന്റെ മാപ്പ് അറിയാത്തവർ അല്ലെങ്കിൽ മാപ്പ് മറന്നു പോയിട്ടുള്ളവർ നിക്കോബാറിന്റെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ തീരത്തിന്റെ മാപ്പ് കൂടിയിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്തേക്കുക. ജിയോഗ്രഫിയിൽ എവിടെയാണ് പൊസിഷൻ, ഗ്രേറ്റ് നിക്കോബാർ എവിടെയാണ്, ആൻഡമാൻ എവിടെയാണ്, ഏത് ഡിഗ്രി ചാനലാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്, ദെൻ കൊക്കോ ചാനൽ എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി വെച്ചേക്കണം. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതൊന്ന് മൈൻഡിലേക്ക് ഒന്ന് റിവൈസ് ചെയ്യുക. കൊക്കോ ചാനൽ എവിടെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആൻഡമാനിന്റെയും നിക്കോബാറിന്റെയും മാപ്പ് മനസ്സിലേക്ക് വരണം. ദെൻ കൊക്കോ ചാനൽ എവിടെയാണെന്നുള്ളതിന്റെ ഒരു പോയിന്റ് കൂടിയിട്ട് ഒരു മൈൻഡ് മാപ്പ് കൂടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, സോ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു സിറ്റീസ് ഓഫ് ഡെപ്ത്. എന്താണ് ഈ സിറ്റീസ് ഓഫ് ഡെപ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പർട്ടിക്കുലർലി അർബൻ ലോക്കൽ ബോഡീസിന് എവിടെന്നാ പൈസ കിട്ടുന്നത്? പഞ്ചായത്ത് ആയിക്കോട്ടെ, അർബൻ ലോക്കൽ ബോഡീസ് ആയിക്കോട്ടെ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്ന 73rd ആൻഡ് 74th അമെൻമെന്റ് ആക്ടിലൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട സംഘടനകൾക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്? ഒന്ന്, ഡെവല്യൂഷൻ ഫ്രം ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ഓക്കെ, ഡെവല്യൂഷൻ ഫ്രം ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ദെൻ ഇവർക്ക് ഓൺഡ് ഫണ്ട് ഉണ്ട്, തനതു വരുമാനം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, സി ഓൺഡ് ഫണ്ട് പലപ്പോഴും പല അർബൻ ലോക്കൽ ബോഡീസ് ആണെങ്കിലും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണെങ്കിലും വളരെ തുച്ഛമായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈ സിറ്റീസിന് ആക്ച്വലി നല്ല ഫണ്ടുകൾ സോഴ്സ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം എന്താണ്? നമ്മളുടെ CSR ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ട്സുകൾ സോഴ്സ് ചെയ്യാം. പക്ഷേ അതിനുള്ള സൗകര്യങ്ങളൊന്നും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. സോ മേജർലി സെൻട്രൽ തരുന്നത് എന്താണോ അത് വാങ്ങിക്കാനായിട്ടും സ്റ്റേറ്റ് വാങ്ങിക്കാനായിട്ടും ഉള്ള ഒരു കാര്യം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സ്മാർട്ട് സിറ്റി പ്രൊജക്ട് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ മെയിൻസിന് ചോദ്യമായിരുന്നു, എന്താണ് സ്മാർട്ട് സിറ്റി പ്രൊജക്ട്, അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നെല്ലാം ഒരു മെയിൻസ് ചോദ്യമായിരുന്നു. സോ സ്മാർട്ട് സിറ്റി പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ കുറച്ച് പൈസ മുടക്കും, അറൌണ്ട് 25%. ഇപ്പോൾ 1000 കോടിയുടെ പദ്ധതിയാണെങ്കിൽ 250 കോടി അല്ലെങ്കിൽ പല സ്മാർട്ട് സിറ്റി പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് എമൗണ്ടുകളായിരിക്കും. സോ നിശ്ചിത ശതമാനം ആര് മുടക്കും? സെന്റർ മുടക്കും. ദെൻ നിശ്ചിത ശതമാനം ആര് മുടക്കണം? ലോക്കൽ ബോഡി, അർബൻ ലോക്കൽ ബോഡി. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്ത് നമ്മളുടെ വഴുതക്കാട് ഹൈവേ അല്ല, ആ ഒരു റോഡൊക്കെ നമ്മളുടെ ഈ സ്മാർട്ട് സിറ്റി പ്രൊജക്ട് ആണ്. ദെൻ മാനവീയം വീതി ഉൾപ്പെടെയുള്ളതെല്ലാം ഈ സ്മാർട്ട് സിറ്റി പ്രൊജക്ടുമായി ബന്ധപ്പെട്ടിട്ട് പണിത് തീർത്താണ്. ഇതെല്ലാം ആരുടെയാണ്? സെന്ററിന്റെ ഫണ്ട് ഉണ്ട്, സ്റ്റേറ്റിന്റെ ഫണ്ട് ഉണ്ട്, ദെൻ അർബൻ ലോക്കൽ ബോഡിയുടെ ഫണ്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വിവാദം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ KSRTC ബസ്സുകൾ, നഗരത്തിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ പുറത്തേക്ക് സർവീസ് ചെയ്യുന്നു. സോ ഈ KSRTC ബസ് വാങ്ങിച്ച് നൽകിയത് സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന്റെ അണ്ടറിലാണ്. അപ്പോൾ ആ ഡിസ്കഷൻ വന്നപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എത്ര രൂപ എത്ര ആളുകളാണ് നൽകിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബൈഫർക്കേഷൻസ് ഗതാഗത മന്ത്രിയും പുതിയ മേയർ VV രാജേഷും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഈ ബൈഫർക്കേഷൻസ് ഉണ്ടെങ്കിലും പല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളും ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? പ്രൈവറ്റ് പാർട്ണർഷിപ്പുകൾ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി അർബൻ ബോണ്ടുകൾ വിച്ച് ഈസ് കോൾഡ് മുനിസിപ്പൽ ബോണ്ടുകൾ നമുക്ക് എടുക്കാം. പക്ഷേ എല്ലാ അർബൻ ലോക്കൽ ബോഡീസിനും ഈ മുനിസിപ്പൽ ബോണ്ടുകൾ എടുക്കാൻ പറ്റില്ല. ബോണ്ടുകൾ എന്താണ്? കടപ്പത്രങ്ങളാണ്. സോ ഈ കടപ്പത്രങ്ങൾ ആർക്ക് സ്വയമായിട്ട് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാം? മുനിസിപ്പൽ ബോഡീസിന് പെർട്ടിക്കുലർലി ഈ ബോണ്ട്സുകൾ ഇഷ്യൂ ചെയ്യാം. പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ, അതായത് അതിനുള്ള നിഷ്കർഷങ്ങൾ, അതായത് വ്യവസ്ഥകൾ കുറച്ച് കൂടുതലാണ്. സോ അത് കാരണം എന്താണ്? നമ്മൾ സെന്ററിനെയും സ്റ്റേറ്റിനെയും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഡിപ്പെൻഡന്റ് ബോഡി ആയിട്ട് മാറുകയാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. സോ അതിനെയാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ വിമർശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ എന്താണ് നമ്മളുടെ CSR ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറച്ചും കൂടി ഫ്ലറിഷ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് നിലനിൽക്കുന്നില്ല. സോ ആ ഒരു കാര്യം കൂടിയിട്ട്
മനസ്സിലാക്കിയിരിക്കുക. ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് ഇന്ത്യസ് ഫെഡറലിസം. സ്റ്റാലിന്റെ MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഒരു ആർട്ടിക്കിൾ ആണ് നമ്മളുടെ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്നത്. ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്, മുന്നേയും ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അന്ന് ശശി തരൂർ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും ഫെഡറലിസത്തെ കുറിച്ചിട്ട് MK സ്റ്റാലിന്റെ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുകയാണ്. സോ ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് നമ്മളുടെ സ്റ്റേറ്റ് ഒരു ഫെഡറലിസം സംവിധാനം, ഒരു ഫെഡറലിസ്റ്റ് സംവിധാനം എന്ന് പറയുമ്പോഴും ഒരു യൂണിറ്ററി നേച്ചർ ഉണ്ട് എന്നാണ്. സോ സിസ്റ്റത്തിന് ഒരു യൂണിറ്ററി നേച്ചർ ഉണ്ട്. അത് ഇന്ത്യയുടെ എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമല്ല, അല്ലെങ്കിൽ ഈ അടുത്ത് വന്നൊരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമല്ല, പകരം 1935 മുതൽ 35 എന്താ സംഭവിച്ചേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പുറപ്പെടുവിച്ചു. ഓക്കെ, സോ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എല്ലാം നടന്നു. ദെൻ അതിനുശേഷം എന്ത് സംഭവിച്ചു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പുറപ്പെടുവിച്ചു. സോ ആ സമയത്തും എന്തായിരുന്നു? ആ സമയത്തും ഈ ഒരു സെന്ററിസ്റ്റ് ടെൻഡൻസീസ് അല്ലെങ്കിൽ ഒരു യൂണിറ്ററി നേച്ചർ നമ്മളുടെ ഗവൺമെന്റ് ഫെഡറലിസത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ, സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ MK സ്റ്റാലിൻ പറയുന്നത്. ദെൻ പാർട്ടീഷൻ വന്നു. 1947 ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ സംഭവിച്ചു. സോ ഈ പാർട്ടീഷൻ സമയത്ത് കൂടുതൽ യൂണിറ്ററി പവേഴ്സുകൾ ആർക്ക് കൊടുത്തു? നമ്മളുടെ സെന്ററിന് കൊടുത്തു. കറന്റ്ലി എന്താ പൊസിഷൻ? കറന്റ്ലി സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ദെൻ കൺകറന്റ് ലിസ്റ്റ് ഉണ്ടെങ്കിലും ദെൻ എന്ത് സംഭവിക്കുന്നുണ്ട്? കൺകറന്റ് ലിസ്റ്റിൽ പെടാത്ത സംഭവങ്ങളിൽ ആരായിരിക്കും? യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെന്റർ ആയിരിക്കും. സോ കൺകറന്റ് ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സബ്ജക്റ്റുകളിലും പറയാത്ത കാര്യങ്ങളിൽ നിയമനിർമ്മാണം ആർക്കാണ്? നിയമനിർമ്മാണം സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ തമിഴ്നാടിന് പർട്ടിക്കുലർലി ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്താണ്? നീറ്റ് ബിൽ. ഓക്കെ, സോ ഈ നീറ്റ് ബില്ല് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകളെ എന്താണ് ഒന്ന് വിശകലനം ചെയ്യാം. സോ ഇദ്ദേഹം പറയുന്നത് സെൻട്രലൈസേഷൻ എങ്ങനെയാണ് ഈ ഡിക്കേഡുകളിൽ വ്യാപിക്കാനായിട്ട്. ഒന്ന്, സിംഗിൾ പാർട്ടി ഡൊമിനൻസ്. സോ കോൺഗ്രസിന് ഇട്ടൊരു തട്ട് കൊടുത്തതാണ്. അവർ ഒരുപാട് നാൾ ഭരിച്ചത് കൊണ്ടാണ് ഈ സെൻട്രലിസ്റ്റ് ടെൻഡൻസീസ് വന്നത് എന്ന് പറയാതെ പറയുകയാണ്, സിംഗിൾ പാർട്ടി ഡൊമിനൻസിലൂടെ. സെക്കൻഡ് വൺ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകളിലൂടെ എന്തിന് തയ്യാറാക്കി? യൂണിറ്ററി നേച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് കൺകറന്റ് ലിസ്റ്റ് ഓവർ റീച്ച്. അതെങ്ങനെയാ കൺകറന്റ് ലിസ്റ്റ് ഓവർ റീച്ച് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റുകൾക്കും കൃത്യമായിട്ട് നിയമങ്ങൾ നിർമ്മിക്കാം. ഏതവസരത്തിലാണോ രണ്ട് നിയമങ്ങൾ പ്രശ്നം വരുന്നത്, സോ സെന്ററിന്റെ നിയമമായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. അതാണ് കൺകറന്റ് ലിസ്റ്റിലെ നിയമം. സോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു നിയമം പ്രഖ്യാപിച്ചു, അതേ നിയമത്തിൽ തന്നെ വേണമെങ്കിൽ ആർക്ക് നിയമം ഉണ്ടാക്കാം? സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാം. പക്ഷേ there is a conflict. If there is a conflict, which law will prevail? Center government's law will prevail. Okay, so തമിഴ്നാട് നീറ്റ് ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2021 22 ആണ് നീറ്റ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നീറ്റ് എക്സാമിനേഷൻ, നമ്മളുടെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ഇനി മുതൽ തമിഴ്നാട്ടിൽ ഉണ്ടാവുകയില്ല. പകരം തമിഴ്നാട് എന്താണ് റിസർവേഷന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് സീറ്റുകളിലേക്ക് അവരൊരു പ്രക്രിയ, പുതിയൊരു പ്രക്രിയ കണ്ടുപിടിക്കും. ആ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് മെഡിക്കൽ സീറ്റുകളിലേക്ക് സ്റ്റുഡൻസിനെ അലോട്ട് ചെയ്യും. എക്സാമിനേഷന്റെ പ്യുവർ മെറിറ്റ് എക്സാമിനേഷന്റെ ബേസിസിലല്ലാണ്ട് ആളുകളെ എന്താണ് അഡ്മിഷൻ കൊടുക്കും എന്നവർ പറഞ്ഞു. സോ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ കോച്ചിങ്ങുകൾ എടുത്ത് പഠിക്കേണ്ട ഒരു സംഭവമാണ്. സോ അതിന് പറ്റാത്ത ആളുകൾക്ക്, അതിന് കെൽപ്പില്ലാത്ത ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സോ സെൻട്രലിന്റെ ഒരു നീറ്റ് ഒരു ക്രൈറ്റീരിയ അവിടെ നിൽക്കുന്നുണ്ട്. അതിന് വിപത്തായിട്ട് അല്ലെങ്കിൽ അതിനൊരു ബദലായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു നീറ്റ് ബില്ല് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അന്നത്തെ ഗവർണർ എന്ത് ചെയ്തു? അത് പ്രസിഡന്റിന് വേണ്ടിയിട്ട് വെച്ചു, പ്രസിഡന്റിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ പ്രസിഡന്റിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് മാറി. സോ RN രവിയും
ഇന്നത്തെ സ്റ്റാലിൻ ഗവൺമെന്റുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ ഒരു ഫെഡറലിസത്തിന്റെ ചോദ്യത്തിലാണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ ഗവർണറും തമിഴ്നാട് ഗവൺമെന്റും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഹൗ കൺകറന്റ് ലിസ്റ്റ് ഓവർ റീച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ദെൻ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എങ്ങനെയാണ്? യൂണിയൻ എക്സിക്യൂട്ടീവ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു നിയമം പാസാക്കി, ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു സെക്കൻഡറി ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ഒരു റൂൾസ് കൊണ്ടുവരും. അങ്ങനെ റൂൾസ് കൊണ്ട് മറികടക്കാനായിട്ട് നമ്മളുടെ എന്ത് ശ്രമിക്കും? ഫെഡറലിസത്തെ റൂൾസ് കൊണ്ട് മറികടക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇദ്ദേഹം ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, ഇതിനെല്ലാത്തിനും എക്സാമ്പിളുകൾ ഉണ്ട്. Then the famous case law quote in this session is SR Bommai versus Union of India case. So, ആരായിരുന്നു SR Bommai? ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസിലോ. ആരായിരുന്നു SR Bommai? നമ്മളുടെ പഴയ കർണാടക ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ബസവരാജ് ബൊമ്മയുടെ ഫാദർ ആയിരുന്നു SR Bommai. സോ SR Bommai അന്ന് കോടതിയിലേക്ക് പോവുകയാണ്. എന്തായിരുന്നു കേസിന്റെ ഒരു പശ്ചാത്തലം? കേസിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആർട്ടിക്കിൾ 356 പ്രസിഡന്റ് റൂള് അകാരണമായിട്ട് പ്രഖ്യാപിക്കുന്നതിനെതിരെയാണ് ആര് കോടതിയിലേക്ക് പോകുന്നത്? SR Bommai കോടതിയിലേക്ക് പോകുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ SR Bommaiയെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ആ പ്രസിഡന്റ് റൂൾ പ്രകാരം ആർട്ടിക്കിൾ 356 പ്രകാരം അദ്ദേഹത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു. അദ്ദേഹം കോടതിയിലേക്ക് പോയിട്ട് പറഞ്ഞു, കോടതി എനിക്ക് നികുതി വേണം. സോ അന്നേരം കോടതി പറഞ്ഞൊരു കാര്യമാണ് എന്താണ്? ഫെഡറലിസം എന്ന് പറയുന്നത് സെന്റർ മാത്രം ഇരിക്കുന്ന സിസ്റ്റം അല്ല, പകരം സെന്ററിനും സ്റ്റേറ്റിനും തുല്യ പ്രാധാന്യം നൽകുന്നു. സോ കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ സെന്ററിനും സ്റ്റേറ്റിനും തുല്യ പ്രാധാന്യം നൽകുന്ന സിസ്റ്റത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ആ ഫെഡറലിസം കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്, അതുകൊണ്ട് അതിനെ മാറ്റാനായിട്ട് പറ്റില്ല എന്ന് കോടതി പറഞ്ഞ ഒരു ഫേമസ് കേസ് ലോ ആണ് SR Bommai വെർസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1994. സോ SR Bommai ആരാണെന്ന് മനസ്സിലാക്കുക. കർണാടകയുടെ പഴയ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. നമ്മളുടെ കഴിഞ്ഞ BJP സർക്കാരിന്റെ കാലത്ത് ബസവരാജ ബൊമ്മയുടെ ഫാദറാണ് ഈ SR Bommai എന്ന് കൂടിയിട്ട് മനസ്സിലാക്കുക. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ നമ്മളുടെ എന്താണ് ഈ കേസ് ലോയുടെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ SR Bommai വെർസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് കൂടിയിട്ടൊന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫെഡറലിസത്തെ ഓവർ ആർച്ച് ചെയ്യുന്നത്. സോ ഈ 4 പോയിന്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നമ്മളുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ GS3യുടെ ആൻസർ റൈറ്റിംഗുകളിലേക്ക്, ഗവർണൻസിന്റെ ആൻസർ റൈറ്റിംഗുകളിലേക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ അത് കൂടിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ഇതെല്ലാം ലീവ് ചെയ്യുക. ഒരു എന്താണ് MK സ്റ്റാലിൻ എഴുതുമ്പോൾ ഒരു തമിഴ്നാട് പെർസ്പെക്റ്റീവിൽ കൂടിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ട് എഴുതും. ദെൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് റെലവെന്റ് അല്ല, അത് ലീവ് ചെയ്തേക്കുക. ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു ബഡ്ജറ്ററി സിഗ്നൽസ് ആസ് ബാങ്ക്സ് കനോട്ട് ബെയർ ഇറ്റ് ഓൾ. അതായത് കറന്റ്ലി ബാങ്കുകൾ ചെറിയ ക്രൈസിസ് അഭിമുഖീകരിക്കുന്നുണ്ട്. ചെറിയ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ക്രൈസിസ്. അതായത് ബാങ്കുകൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുന്നത്? കറന്റ് ഇക്കണോമിക്സും ബാക്കിയുള്ള കാര്യങ്ങളും ന്യൂസ് പേപ്പറും വിട്ടേക്ക്. ആർക്കാണ് ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുന്നത്? കർഷകർക്കാണോ? സോ കേരളത്തിന്റെ എക്കണോമിക് സർവേ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർക്ക് ലോൺ കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. പക്ഷേ ബാങ്കുകളുടെ ടോട്ടൽ ലോൺ ഒരു കണക്കിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് കോർപ്പറേറ്റുകൾക്കാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ അതോറിറ്റി, അതൊരു ഹ്യൂജ് കോർപ്പറേറ്റ് അല്ലേ? ആണ്. ഇവരെന്താ ചെയ്യുന്നത്? പണം എടുത്തുകൊണ്ട് റോഡ് പണിയുന്നു. സോ അംബാനി, അദാനി പോർട്ടുകൾ പണിയാനായിട്ട്, ദെൻ വേറെ എന്താണ് എയർപോർട്ടുകൾ പണിയാനായിട്ട്, ഇങ്ങനെയുള്ള ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റുകൾക്കാണ് ബാങ്കുകൾ അധികമായിട്ട് ലോൺ കൊടുക്കുന്നത്. ഓക്കെ, ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് ആർക്കാണ്? കോർപ്പറേറ്റുകൾക്കാണ്. പെർട്ടിക്കുലർലി ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണ്. കാർ ലോൺ വാങ്ങിക്കാനായിട്ടാണോ? അല്ല. കാർ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ലോൺസ് കൊടുക്കുന്നത്. ഇങ്ങനെ ലോൺസ് കൊടുക്കുന്നത് നല്ലതാണോ? നല്ലതല്ലേ? കാരണം എന്താണ്? നമുക്ക് കുറെ ഇൻഫ്രാസ്ട്രക്ചറുകൾ കിട്ടും. പക്ഷേ ബാങ്കിങ് പെർസ്പെക്റ്റീവില് ഒരു പ്രോബ്ലം ഉണ്ട് ഇങ്ങനെ ലോൺ കൊടുക്കുന്നതിന്. കാരണം
ഇത് ഇൻകം ജനറേറ്റ് ചെയ്തു വരാൻ, ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നമ്മൾ ഒരു 1000 കോടി ലോൺ കൊടുത്തു. ഇവര് ഇൻകം ജനറേറ്റ് ചെയ്ത് ഇത് തിരിച്ചടയ്ക്കാനായിട്ട് മേ ബി 20-30 വർഷം എടുക്കും. സോ ടോട്ടൽ ആ കൊടുത്തിരിക്കുന്ന 1000 കോടി പ്രോഫിറ്റബിൾ ആകാനായിട്ട് മിനിമം ഒരു 20 മുതൽ 25 വർഷം വരെ കാത്തിരിക്കണം. സോ ലോങ് ടേം ലോണുകൾ കൊടുക്കുമ്പോൾ 20-30 വർഷത്തേക്ക് ലോങ് ടേം ലോണുകൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ബാങ്കിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ, ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ആര് പണം കൊടുക്കും? ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ആര് പണം കൊടുക്കും? എന്തായാലും ഇൻഫ്രാസ്ട്രക്ചർ വേണം, നാഷണൽ ഹൈവേ വേണം, നമുക്ക് എയർപോർട്ടുകൾ വേണം, പോർട്സ് വേണം. ബാങ്ക് കടം കൊടുത്തില്ലെങ്കിൽ ആര്? അതിനാണ് കോർപ്പറേറ്റ് ബോണ്ടുകൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉള്ളത്. ഓക്കെ, സോ ബോണ്ടുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ബോണ്ട്? കടപത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കോർപ്പറേറ്റുകൾ പണം ആവശ്യം ഉള്ള സമയത്ത് എന്ത് ചെയ്യും? ബോണ്ട്സ് ഇഷ്യൂ ചെയ്യും. അത് എന്താണ്? ലാർജ് കോർപ്പറേറ്റുകളാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയും. അതായത് ലിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയും. ഓണേഴ്സ് ആവില്ല. ഡിബഞ്ചേഴ്സ് ആർ ലൈക്ക് ബോണ്ട്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ബോണ്ട്സുകൾ ഇഷ്യൂ ചെയ്യും, കോർപ്പറേറ്റ് ബോണ്ട്സുകൾ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഈ കോർപ്പറേറ്റുകൾക്ക് പണം കണ്ടെത്തിക്കൂടെ? പണം കണ്ടെത്താം. ഓക്കെ, സോ ബാങ്കുകൾ മാത്രമല്ല പണം കൊടുക്കാനായിട്ടുള്ളത്, കോർപ്പറേറ്റ് ബോണ്ട്സ് ത്രൂ പണം കണ്ടെത്താം. ദെൻ ഇനി കണക്കിലേക്ക് വരിക, ഇനി എക്കണോമിക്സിലേക്ക് വരാം. ബേസിക് ആയിട്ട് നമ്മളുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മളുടെ കണക്കുകളിലേക്ക് വരാം. എന്താണ് ഗവൺമെന്റ് ബോണ്ടുകൾ? അതായത് ഗവൺമെന്റിന് പണം ഉള്ള സമയത്ത്, പണം ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും ഗവൺമെന്റ് പൈസ വാങ്ങും. ആരുടെ കയ്യിൽ നിന്ന്? ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് രാവിലെ എഴുന്നേറ്റിട്ട്, ചേട്ടാ എനിക്കൊരു ആർ ബി ഐ ഗവർണറെ എനിക്കൊരു 1 ലക്ഷം കോടി രൂപ വേണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടുമോ? ഇല്ല. ദേ ഇഷ്യൂ എ ബോണ്ട്സ് കോൾഡ് ഗവൺമെന്റ് ബോണ്ട്സ്. ഓക്കെ, ഗവൺമെന്റ് ബോണ്ട്സ് ആര് ഇഷ്യൂ ചെയ്യും? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ഈ ഗവൺമെന്റ് ബോണ്ട്സ് ആർ ബി ഐക്ക് കൊടുക്കും. ആർ ബി ഐ ഇത് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ ആർക്ക് കൊടുക്കും? ഗവൺമെന്റിന് കൊടുക്കും. സോ ഗവൺമെന്റ് ബോണ്ട്സ് ത്രൂ ആണ് ആര് പണം കണ്ടെത്തുന്നത്? നമ്മളുടെ ഗവൺമെന്റ്സ് പണം കണ്ടെത്തുന്നത്. സോ ഗവൺമെന്റ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ ബാങ്കുകൾ റിപ്പോ റേറ്റ് വഴിയാണെങ്കിലും റിവേഴ്സ് റിപ്പോ റേറ്റ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള റേറ്റുകൾ വഴിയിട്ട് ഈ ഗവൺമെന്റ് ബോണ്ട്സ് ഇവർ പർച്ചേസ് ചെയ്യും. ആര്? നോർമൽ ബാങ്കുകൾ. സോ അവരുടെ പണം വീണ്ടും കുറയുകയല്ലേ? വീണ്ടും കുറയുകയാണ്. സോ ഗവൺമെന്റ് ബോണ്ട്സിന്റെ ഷെയർ ഇന്ത്യൻ മാർക്കറ്റുകളിൽ കൂടുതൽ ആണ്. ഓക്കെ, ഗവൺമെന്റ് ബോണ്ട്സിന്റെ ഷെയർ ഇന്ത്യൻ മാർക്കറ്റുകളിൽ കൂടുതലാണ്. കോർപ്പറേറ്റ് ബാങ്കുകളിൽ സോ 90% ഓഫ് ദ GDP എന്താണ്? ഗവൺമെന്റ് ബോണ്ട്സുകളാണ്. GDPയുടെ 15 മുതൽ 16% മാത്രമേ എന്തുള്ളൂ? കോർപ്പറേറ്റ് ബോണ്ടുകളുള്ളൂ. ഓക്കെ, സോ കോർപ്പറേറ്റ് ബോണ്ടുകളുടെ അളവ് കുറവാണ്, ഗവൺമെന്റ് ബോണ്ടുകളുടെ അളവ് കൂടുതലാണ്. എന്നാൽ ബാങ്കുകൾ നമ്മൾ സിസ്റ്റം അനുസരിച്ച് ഏറ്റവും കൂടുതൽ കടം കൊടുക്കുന്നത് ആർക്കാണ്? നമ്മളുടെ കോർപ്പറേറ്റുകൾക്കാണ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്റ്റുകൾക്കാണ്. കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമ്മളെ കഥ ഓർക്കുക. ബാങ്കുകൾ ഏറ്റവും കൂടുതൽ കടം കൊടുക്കുന്നത് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ബാങ്കുകൾ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിട്ടേൺ കിട്ടാനായിട്ടുള്ള സമയം കുറയും. അതിന് ബദൽ ഒരു സംവിധാനമുണ്ട്. എന്താണ്? കോർപ്പറേറ്റ് ബോണ്ടുകൾ. സോ കോർപ്പറേറ്റ് ബോണ്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ബാങ്കുകൾ എങ്ങനെയാണ് കടം കൊടുക്കുന്നത്? ഒരു ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് ക്രൗഡിംഗ് ഔട്ട് എഫക്ട്. സോ വിച്ച് among the following situation leads to crowding out effect എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചോദിച്ചിട്ട് ഒരു പോയിന്റ് വരാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് scenarios leads to crowding out effect? Infrastructural loans, long-term infrastructural loans provided by banks. ശരിയാണോ? ക്രൗഡിംഗ് ഔട്ട് എഫക്ട്. സോ എന്താണ് ക്രൗഡിംഗ് ഔട്ട് എഫക്ട്? സോ ക്രൗഡിംഗ് ഔട്ട് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് വോളിയം ഓഫ് തിങ്സ് ഒരു സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ
ഫോർ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണക്കാരൻ ലോൺ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ പൈസ ഉണ്ടാകില്ല. SBI ബാങ്ക് മാനേജർ പറയും, ഞാൻ അദാനിയുടെ പോർട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു 100 കോടി കൊടുത്തിരിക്കുകയാണ്, സോ നിങ്ങൾക്ക് വീട് വെക്കാനായിട്ട് പൈസ ഞങ്ങൾ തരാനായിട്ട് ഞങ്ങളുടെ കയ്യിലില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ക്രൗഡിംഗ് ഔട്ട് എഫക്ട്. വേറെ ഒരുപാട് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, പണം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് സാധാരണ ജനങ്ങൾക്ക് പൈസ കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല. അതിനെയാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡിംഗ് ഔട്ട് എഫക്ട്. ഇത് ഗവൺമെന്റ് ബോൺസ് കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോഴും വരും. കാരണം എന്താണ്, ഗവൺമെന്റ് കൂടുതൽ പൈസ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. 90% ഗവൺമെന്റ് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% മാർക്കറ്റിലുള്ള പൈസയും ആര് വാങ്ങിച്ചു? അങ്ങനെ പറയാനായിട്ട് പറ്റില്ല, പക്ഷെ GDPയുടെ ഏകദേശം 90% ആര് വാങ്ങിച്ചു എന്ന് കണക്കാക്കാം. ഗവൺമെന്റ് അക്വയർ ചെയ്യുന്ന രീതിയിൽ കണക്കാക്കാം. ഓക്കെ, സോ ആ സമയത്ത് ബാക്കി 10% മാത്രമേ ആർക്കുള്ളൂ? സാധാരണ കോർപ്പറേറ്റുകൾക്കും അല്ലെങ്കിൽ സാധാരണ നമ്മളെ പോലെയുള്ള ആളുകൾക്കും കടം എടുക്കാനായിട്ടുള്ളൂ. സോ അതിനെയാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്ട് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ പഠിച്ചു? കറന്റ് മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് പഠിച്ചു, ക്രൗഡിംഗ് ഔട്ട് എഫക്ട് എന്താണെന്ന് പഠിച്ചു, കോർപ്പറേറ്റ് ബോൺസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, സോ ഈ സിസ്റ്റം മാറണം എന്നാണ് ആര് പറയുന്നത്? ഈ എഡിറ്റോറിയൽ സെഷനിൽ ആള് പറയുന്നത്. ഓക്കെ, എങ്ങനെയാകണം? കോർപ്പറേറ്റ് ഡെപ്റ്റുകൾ ഒരു 40%, 30 മുതൽ 40% ചുരുങ്ങണം. US-ലാണെങ്കിൽ ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ അളവ് 30% മാത്രമേ ഉള്ളൂ. യൂറോപ്പിലാണെങ്കിൽ, ഇപ്പോ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ അറൌണ്ട് 35 മുതൽ 40% മാത്രമേ കോർപ്പറേറ്റുകൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ലോങ് ടേം ലോണുകളായിട്ട് കൊടുക്കുന്നുള്ളൂ. ഇന്ത്യയിൽ അത് 65%. സോ അതൊരു പകുതിയിലേക്ക്, 60-ൽ നിന്ന് 30-ലേക്ക് കുറയണം എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ഈ ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന ആള് പറയുന്നത്. ബാക്കിയുള്ള പേയ്മെന്റുകൾ ആരിലേക്ക് പോകണം? ആരിൽ നിന്ന് പോകണം? കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിന്ന് പോകണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഒരു ബാലൻസ്, എന്താണ്, നമ്മളുടെ ഒരു സിസ്റ്റത്തിന്റെ ബാലൻസ് നടത്തുകയുള്ളൂ. ഓക്കെ, സോ ആ ബാലൻസ്, ആ ഒരു ഇംബാലൻസ് മാറ്റിയിട്ട് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 30%-ലേക്ക് നമ്മളുടെ കോർപ്പറേറ്റ് ഡെപ്റ്റുകളെ കുറയ്ക്കണം. ലോങ് ടേം കോർപ്പറേറ്റ് ഡെപ്റ്റുകൾ എന്ന് മാത്രം പറയുകയല്ല, ലോങ് ടേം കോർപ്പറേറ്റ് ഡെപ്റ്റുകൾ എന്ന് പറയണം. ദെൻ 30%-ലേക്ക് മാറ്റണം. ദെൻ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് എന്ത് പോകണം? കോർപ്പറേറ്റ് ബോൺസുകളിൽ നിന്ന് പൈസ പോകണം. അങ്ങനെയാണെങ്കിൽ ഐ ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടേം കോൾഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. എന്താണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്? സോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് പോസിബിളി ഒരു പ്രിലിംസ് ക്വസ്റ്റൻ ആണ്. 2-3 വർഷമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രിലിംസ് ക്വസ്റ്റൻ ആണ്. എന്താണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്? സോ അങ്ങനെയുള്ള ട്രസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെർട്ടിക്കുലർലി ചെയ്യുക? ലാർജ് റിയൽ എസ്റ്റേറ്റുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു ആവശ്യം വന്നു, ഒരു 1000 കോടി രൂപ കേരളത്തിന്റെ നടുകെ കൂടിയിട്ട് NH പണിയാനായിട്ട് ഒരു 1000 കോടി രൂപ ആവശ്യം വന്നു. ഇവരെങ്ങടേക്ക് പോകും? നോർമലി ബാങ്കുകളിലേക്ക് പോകണം. പക്ഷേ ഇവര് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ നിന്ന് പണം സോഴ്സ് ചെയ്യും. എങ്ങനെ? കോർപ്പറേറ്റ് ബോണ്ടുകളായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഫോമാറ്റുകളിൽ പണം സോഴ്സ് ചെയ്തിട്ട് ഈ പണം ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾക്ക് വേണമെങ്കിൽ ഇതൊരു PPP മോഡലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയാം. അതായത് നിങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടാക്കിക്കോളൂ, ഞങ്ങൾ ഇതിന്റെ വേണമെങ്കിൽ ടോള് പിരിക്കാം എന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് പറഞ്ഞിട്ട് ഡിഫറെന്റ് മൊഡ്യൂൾസുകളിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിഫറെന്റ് കാര്യങ്ങളിൽ ഇവർക്ക് പൈസ പിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഈ എന്താണ് ഒരു ട്രസ്റ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ റിയൽ എസ്റ്റേറ്റ് പെർട്ടിക്കുലർലി എന്താണ്, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതൊരു പോസിബിൾ പ്രിലിംസ് ക്വസ്റ്റൻ ആണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായാലും ഓവറോൾ ഡിസ്കഷൻ നമ്മൾ ഇത് വായിച്ചു തുടങ്ങുമ്പോൾ ഒരു പുതിയ ഇതായിട്ട് എന്താണ് കറണ്ട് അഫയേഴ്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പല ഡൗട്ടുകളും വരാം. എന്താണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് ഈ ഒരു 50% അല്ലെങ്കിൽ 60%ന്റെ കാര്യമൊക്കെ പറയുന്നത്? സോ ഒന്നുമില്ല, നമ്മളൊരു എക്സാമ്പിളിലൂടെ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചുക. 2-3 ന്യൂസുകൾ ഉണ്ട്. പെർട്ടിക്കുലർലി ഡീനോട്ടിഫൈഡ് ട്രൈബിനെ കുറിച്ചിട്ട് നമ്മളുടെ എന്താണ്
ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സോ എന്താണ് നോട്ടിഫൈഡ് ട്രൈബ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമ്മളുടെ സമയം ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാത്തത്. മറ്റൊരു മേജർ ന്യൂസ് വരുമ്പോൾ സോ അവരുടെ ഒരു അജിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. സർവേയിൽ നമ്മളുടെ സെൻസസ് സർവേയിൽ അവരെ ഒരു സെപ്പറേറ്റ് കോളമായിട്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പെട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. സോ അത് പറ്റുവാണെങ്കിൽ ഒന്ന് റീഡ് ചെയ്ത് വെച്ചേക്കുക, ഇല്ലെങ്കിൽ ലീവ്. സോ ഇനി ഒരു പുതിയൊരു എന്താണ് നമ്മൾ പ്രിലിംസിന്റെ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ഒന്ന് ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ,